ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ മാങ്ങച്ചാറായാലോ? എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനിതാ ഒരു മാങ്ങ നന്നായി കഴുകി തുടച്ചെടുത്തതാണ്. ഇത് കുനുകുന അരിഞ്ഞെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഒന്ന് വറുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയ അച്ചാർ അധിക കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും, കേട് വരാതെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അതാ എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അച്ചാറിന് കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ കടുക് അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മസാലയിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മാങ്ങച്ചാറുണ്ടല്ലോ 4 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ അച്ചാർ എന്നല്ല, എല്ലാ അച്ചാറും അങ്ങനെ തന്നെയാണ്. 4-5 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളമില്ലാത്ത കണ്ടെയ്നറിലേക്ക് നമുക്ക് ചൂടാറിയതിന് ശേഷം മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ മാങ്ങച്ചാറുണ്ടല്ലോ, ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.